അങ്ങനെ നമ്മൾ എവിടുക്കാൻ പോണേ? തവാ ചിക്കൻ ആണെന്ന് കഴിക്കാൻ പോണത്. പാകിസ്ഥാനി ഫ്രണ്ടിനെ കണ്ടിരിക്കണില്ലേ മലയാളം സംസാരിക്കുന്ന? എന്തായാലും പറയൂ. കണ്ടിട്ട് സെറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെടും. നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയാണ് എൻ്റെ ഊഴം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ എവിടുക്കാൻ പോണേ? ഹോട്ട് ടിഫിൻ ഇട്ടാ. അതായത് എന്താ നാടിന്റെ പേര്? മുവൈലല്ല, സാധനം കഴിക്കാൻ പോണ സാധനത്തിന്റെ പേര് തവാ ചിക്കൻ ആണെന്ന് കഴിക്കാൻ പോണത്. ഇന്ന് കണ്ട് വെറൈറ്റി അല്ലേ, നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ഐറ്റമാണ്. അപ്പോ ടിഫിനില് ഭയങ്കര വൈറലാണ്. ബാക്കി കഴിക്കാത്ത ഓരോന്നായിട്ട് കഴിക്കുക ചെയ്യ. എല്ലാം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ പൊന്നോ. ഇവളായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയുണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ഞങ്ങള് തവാ ചിക്കൻ കഴിക്കാൻ വേണ്ടി പോവാണ്. വെറൈറ്റിയാണ്, അത്യാവശ്യം നല്ല റഷ് ഉണ്ടെന്ന് ഞാൻ ആ വീഡിയോയിലും കണ്ടു. പിന്നെ ഈവൻ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോഴും ഉള്ളത് സത്യം തന്നെയാണ്. അപ്പം ഒന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. വീക്കെൻഡൊക്കെ അല്ലേ, പുറത്തേക്ക് പോകാൻ ആക്ച്വലി മടിയാണ്. പിന്നെ ഇതിനൊക്കെ ആയിട്ടല്ലേ പോണത്. എന്നാലും അപ്പം ഒന്ന് പോയിട്ടൊന്ന് നോക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ടാക്സി വിളിച്ചിട്ടാണ് പോണത്. കാരണം എന്താന്ന് വെച്ചാല് ഇദ്ദേഹം ഡ്രൈവിംഗ് ലൈസൻസ് ഇത് എല്ലാ വീഡിയോയിലും പറയണ നിർബന്ധം ഇല്ലാത്തോണ്ടല്ലേ ടാക്സി വിളിക്കുന്നത്. ഉള്ളതുകൊണ്ട് വിളിക്കുവോ? ഇതിങ്ങനെ എന്നെ പറഞ്ഞ് കൊല്ലലാണ് ഇപ്പൊ മെയിൻ പരിപാടി. ഞാനാച്ച എൻ്റെ എന്താ പറയാ, ജോബിന് ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ വേണ്ടാന്നിങ്ങനെ ബാക്ക്വേർഡ് അടിച്ച് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇട്ട്. അതാണ് വേണമെന്ന് തോന്നി. എന്തായാലും നോക്കണം. ഈ മുവൈല എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള സ്ഥലം. കാരണം ഞാൻ ഫസ്റ്റ് യു എയിൽ വന്നിറങ്ങിയ പ്ലേസ് ആണ് ഈ മുവൈല എന്ന് പറയുന്നത്. ഫയർ സ്റ്റേഷനൊക്കെ അവിടെയൊക്കെയാണ് ഞാൻ സ്റ്റേ ചെയ്തത്. ദുബായിലല്ല, യു എയിൽ എന്നാ പറഞ്ഞത്. മണ്ടൂസേ യു എ ദുബായ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അറിയില്ലട്ടാ. ചോദിച്ചു ചിരിക്കുന്നത്. എന്താ യു എ എന്ന് പറഞ്ഞാൽ എന്താ? യു എയിൽ പെട്ടതാണോ ദുബായ്? എമിറേറ്റ്സ്. ഭാഗ്യം, അതറിയാം. ആണ് നമ്മള് ഒരു പാകിസ്ഥാനി ഫ്രണ്ടിനെ കണ്ടിരിക്കണില്ലേ മലയാളം സംസാരിക്കുന്ന? മലയാളം നന്നായി സംസാരിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ മലയാളം പറയൂ. എന്തായാലും പറയൂ. മൊബൈല് അടുത്ത് ചെല്ലുമ്പോ ആള് മറക്കുന്നു മലയാളം. നമ്മളെവിടെ പോണെന്നാ പറഞ്ഞേ? അതെ, ആൾക്ക് എല്ലാം മനസ്സിലാവും, പറയാനും അറിയും. പക്ഷെ അത്ര ഇല്ലെങ്കിലും ഇത്രയെങ്കിലും പറയാൻ അറിയുന്നത് അത്രയും ഗ്രേറ്റ് ആണ് അല്ലേ? കാരണം മലയാളമൊക്കെ മനസ്സിലാക്കാൻ തന്നെ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു ടൈമിൽ അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ട് തോന്നുന്നു. 23 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്ക്. അതുകൊണ്ടാണ് ആൾക്ക് മലയാളി ഫ്രണ്ട്സുകളൊക്കെ കുറെ ഉണ്ട് അല്ലേ? ഓക്കെ. നൈസ്. എന്തായാലും നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം. പേരെന്താണ്? നിങ്ങളുടെ പേര്? സാഹിർ. അതിലുണ്ടല്ലേ, കണ്ട. അപ്പം നമ്മളിത് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സൈഡിലായിട്ട് അവരിങ്ങനെ ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കണതിൻ്റെ സംഭവമൊക്കെ കാണുന്നുണ്ട്. ഒരു വലിയൊരു ചട്ടിയൊക്കെ വെച്ചിട്ട്, ചട്ടിന്നാന്ന് തോന്നുന്നുണ്ട് പറയാം, അങ്ങനത്തെ സാധനം വെച്ചിട്ട് അതിൽ ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കുറച്ച് ഗ്രേവിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ഇങ്ങനെ സ്മാഷ് ഇങ്ങനെ കുത്തി എന്തൊക്കെ ആക്കണുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇങ്ങനെ ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. One piece. Okay, like that. Okay. Double dio. Spicy ആണോ? Spicy, right? Roti. Rumali, that is thin wala. Patla wala. Okay. നല്ല രസമുണ്ട് അതിൻ്റെ മേലയിൽ. ഇതിൻ്റെ ഇവിടക്കൊന്നും നടത്തിയിട്ടില്ല അല്ലേ? നല്ല റഷ് ഉണ്ട്. ആഷിക്കിന്റെ കൈയൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയില്ല. റഷ് എന്ന് പറയാന് ഉള്ളിലുണ്ട് ഇപ്പോ അല്ലേ? ഉള്ളിലുള്ള സൈഡൊക്കെ ഫില്ലാണ്. ഇവിടെ ആളെത്തിയിട്ടില്ല. പക്ഷെ അതിൻ്റെ ഉള്ളില് മെയിൻ ഇൻസൈഡ് ഫുള്ളാണ്.
പിച്ചൂസോടെ ഇതൊക്കെ ചേറി കിടന്നുറങ്ങണം ഇരുന്നുറങ്ങണ് നല്ല ഉഷാറിലൊക്കെ വന്നത്. പക്ഷെ എനിക്ക് വണ്ടിയിലിരുന്നിട്ട് എന്താ വോമിറ്റ് ടെൻഡൻസി. പിന്നെ അങ്ങനെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. റഷ്യാണ് ഭയങ്കര റഷ്. ഇരിക്കാൻ സ്ഥലം കിട്ടാണ് ഞങ്ങള് അല്ലേ? നീ എവിടെ അന്വേഷിച്ചെന്ന് പറഞ്ഞേ? ഏടി സാധനം കഴിച്ച് നോക്കൻ്റെ പച്ചി എന്നിട്ടല്ലേ ഇവൾക്കൊരു സംഭവം കിട്ടാ. ഇവളൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു സംഭവം ഒരു സിനിമ ആയാലും ഫസ്റ്റ് കാണാൻ്റെ മുന്നേ ആണ്ട് പ്രെഡിക്റ്റ് ചെയ്ത് കളയും. തുടങ്ങുമ്പോൾ തന്നെ പറയും ഇത് പോരാന്ന് പറയും. അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലും കഴിക്കാണ്ട് പിന്നെ കിട്ടാ. ഏതെങ്കിലും വേറെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ഏതാണോ അവിടെ പൂത്തിരിക്കുന്ന സാധനം അത് ഓർഡർ ചെയ്യും. എന്നിട്ട് അത് എന്നെ കൊണ്ട് കഴിപ്പിക്കും. ഞാൻ ഓർഡർ ചെയ്ത് അങ്ങനെയാണ് അവള്. ആശാനും ഉറങ്ങി. കൈ ക്യാമറ കവർ ആവണ്ടോ? ഇല്ല. എനിക്ക് പല ക്ലബ്ബും ഉണ്ടാവും. AC അത്ര വേണ്ടായിരുന്നു. അതും ഞാൻ കറക്റ്റ് AC ഒക്കെ വേണ്ടെങ്കിൽ വാ തുറന്ന് പറയണം. ഇത് മിണ്ടാണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇരുന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? പിച്ചു കൂളായിട്ട് ഉറങ്ങുന്നുണ്ട്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങിക്കോ, ഞാൻ ഇരുന്ന് കഴിച്ചോണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ഫുള്ളാണ്. പക്ഷെ ഇത് പുറത്തേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ അതിലാളില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. ഇനി സാധനം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടു. ആ ഒരു വീഡിയോയിലൊക്കെ കണ്ട പോലെയൊക്കെ തന്നെ ഏകദേശം അവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ഇങ്ങനെ ഒരു ഇത് ചട്ടി പോലത്തെ സംഭവമില്ല, വലിയ ഫ്രൈ പാൻ അതിൻ്റെ ഉള്ളിലുണ്ട്. കിച്ചൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടോടി. അതിന്റെ ബാക്കിലായിട്ട് കാഷ് കൗണ്ടറിന്റെ ബാക്ക് സൈഡിലായിട്ടുണ്ട്. ഞാൻ കണ്ട്, ഞാൻ വാഷ് ചെയ്യാൻ പോയി കണ്ടടി മണ്ടൂസ്. അപ്പൊ വീഡിയോ കാണുമ്പോൾ അതിൽ ചട്ടിയൊക്കെ ഞാൻ കണ്ട് വെറുതെ പറയേണ്ട ആവശ്യം എന്താ പറ്റി. ഞാൻ കണ്ട് അതിന്റെ സൈഡിലായിട്ടുണ്ട്. ഈ പൊട്ടത്തി പറയുന്ന കാര്യാക്കണ്ട. കഴിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഒരു വീഡിയോ കണ്ട് അതൊക്കെ അതിൽ പറയുന്നുണ്ട് അത്യാവശ്യം റഷ് അല്ല, അതിൽ കാണിക്കുന്നുണ്ട് റഷ്. ഇത് കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടങ്ങാനത് നല്ലതാണ്. ഞാൻ എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് നല്ല അഭിപ്രായങ്ങളുണ്ട് ഇവിടെ റിവ്യൂല്. അത്യാവശ്യം ആൾക്കാർ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം. പിന്നെ കമന്റ്സ് കഴിച്ച് കഴിഞ്ഞവരെ കമന്റ്സ് കണ്ടറിയാം. എടി മണ്ടൂസ്, ഞാൻ നിന്റെ പോലെ വീഡിയോ കണ്ട് പടഞ്ഞ് ചാടി ഇറങ്ങുന്ന ആളല്ല. വീഡിയോ കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു അതിൽ കമന്റ്സ് ഉണ്ടായിരുന്നു ഒരുപാട്. ആ കമന്റ്സ് ഒക്കെ വായിച്ച ഇതില് വന്ന് കഴിച്ചവരുടെ കമന്റ്സ് ഒക്കെ നോക്കി ഞാൻ വന്ന് എന്താ പറയാ ഇത് സജസ്റ്റ് ചെയ്തത്. ഞാൻ വന്ന് കഴിക്കുന്നത്. പക്ഷെ ഒരാളുടെ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല. വീഡിയോയിലുള്ള കമന്റ്സ് പല പലതും ആൾക്കാർ അത് പലതും കഴിച്ചോരോ അഭിപ്രായം ജെന്യൂനായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. മിനിമം കോമൺ സെൻസ് ഉള്ള ആൾക്ക് കണ്ടാൽ മനസ്സിലാവും. അന്റെ കാര്യമില്ല പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. ഇവിടെ വന്നിട്ട് റെസ്റ്റോറന്റിന്റെ പേര് പറഞ്ഞില്ല. റെസ്റ്റോറന്റിന്റെ പേര് ടിഫിൻ ബോക്സ് ഒന്നല്ല, അതവിടെ എഴുതി വെച്ചേക്കുന്നത്. ടിഫിൻ ബോക്സ് നമ്മളവിടെ ഉള്ളതാണ്. ബീലബാനിന്ന് ഷുഗർ കട്ട് അല്ല ചേ ഇന്ന് ഡയറ്റ് ഇന്ന് എന്താ പറയാ ഷുഗർ കട്ടിന് ഒരു ബ്രേക്കാണ്. ബീലബാൻ എന്താ ബ്രേക്കില്ലാത്ത ഡെയിലി ബ്രേക്കാണ്. പുതിയ ഡ്രസ് മൊത്തം ബ്രേക്കാത്രേ. എന്തേലും ഒരു ഐസ്ക്രീം അതിൽ കൂടെ പോയാൽ മതി. അപ്പോൾ പറയൂ 5 minutes ബ്രേക്ക്. എന്നിട്ട് കഴിച്ചിട്ട് പറയൂ ഷുഗർ കട്ട് സ്റ്റാർട്ട്. ഇതാണ് അൽത്താവ. ഏതോ ഒരു തവ ചിക്കൻ തവ ഉണ്ട് എന്നിട്ട് മൊബൈലിലേക്ക് വന്നേക്കണം. ഇത് കഴിക്കണ്ട. ഈ കഴിച്ചാൽ എൻ്റെ മൂക്കടിച്ചാൽ പരിക്കും. അവിടെ എത്രയും ടേസ്റ്റ് ആയ സാധനം കണ്ടിട്ട് സെറ്റാണ്. അൻഷാദല്ലേ? വിളിക്കൂട്ടാ. സൂപ്പർ സാധനം. ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. അൻഷാദെ
അഭിപ്രായം പറയട്ടോ. എന്തായാലും അടിപൊളി സാധനമാണ്, കണ്ടിട്ട് സെറ്റാണോ കഴിച്ചിട്ട് ഞാൻ പറയാം. കണ്ടാ നോക്കിയാ എന്ത് ഇങ്ങനെ നല്ല സൂപ്പർ സാധനം. എവിടെ സൂപ്പർ സാധനം? പൊക്ക് ചൂടുണ്ട്, ചൂടുണ്ട്, ചൂടുണ്ടെങ്കിലും പൊക്കാണോ? ചൂടുണ്ടെങ്കിലും പൊക്ക്, ഈ പൊക്ക് നല്ല ഇതുണ്ട്. എനിക്ക് നല്ല അതിന്റെ ഗ്രേവി സൂപ്പർ ഇട്ടാ, എനിക്ക് ഇഷ്ടപ്പെടും. നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം അത് അങ്ങനത്തെ നല്ല പുളിപ്പൊന്നൊക്കെ നല്ല സെറ്റാണ്. പുളിപ്പുള്ളത് ഇഷ്ടപ്പെടുന്ന ആരെ പറഞ്ഞു? എനിക്ക് പുളിപ്പുള്ള എനിക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി, ഞാൻ കഴിച്ചോളൂ. പോകണം ഇഷ്ടപ്പെട്ടേന്ന് കാര്യങ്ങൾ ഉണ്ടാവാ. വേണമെങ്കിൽ കണ്ടോ പുതിയിറക്കി ഒരു പീസ് അങ്ങനെ എടുത്തതല്ലേ. സൂപ്പർ. ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇതിന്നേ ഇങ്ങനെ പിടിച്ച് ഒരു മുളകിന്റെ പീസ് ഇങ്ങനെ എടുക്കുക. ചൂട് ഇങ്ങനെ പിടിച്ച് അതിന്റെ ഇറങ്ങിയ നിനക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട് അറിയാറ്? ഇറങ്ങിയ ഇറങ്ങിയ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇറങ്ങട്ടടി എന്നൊക്കെ പറഞ്ഞത് കൊള്ളാം, മോശമായല്ല, വാങ്ങൊന്നും പറയാനില്ല. പക്ഷെ ഒരു വെറൈറ്റി. ഞാനാണ് ജെന്യുവിൻ റിവ്യൂ പറയുന്ന, ഞാൻ നോക്കി നോക്കട്ടെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ആശിക്ക് ചിലപ്പോ ഉണ്ടാക്കിയൊക്കെ പറയും, ഞാൻ കറക്റ്റ് ജെന്യുവിൻ അതെന്റെ ഇതില് ഞാൻ എന്റെ റിവ്യൂ ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എനിക്ക് ടേസ്റ്റ് ഉള്ളത് ഞാൻ എന്തായാലും പറയണ്ട, അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ പറയാം, പോയിട്ട് കൊടുക്കാൻ നിൽക്കണ്ട, അനുഭവമാണ്. ഇവള് എന്നിട്ട് പോയിട്ട് ഇല്ലാത്ത ഓർഡർ ചെയ്യും. ലാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്ത് അവിടെ കഴിക്കും, അവിടെ ഓർഡർ ചെയ്ത് ഞാൻ കഴിക്കേണ്ട അവസ്ഥ. മോട്ടർ റൈസ് ഞാൻ കഴിച്ചട്ടെ, ഞാൻ മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളൊരു അവസ്ഥ ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ തീർക്കും. ഓളത്തിന് പോയിട്ട് സദ്യക്ക് ഗീ റൈസ് വേണം പറഞ്ഞാടാ. അതെന്തുകൊണ്ടാണ് മോട്ട റൈസ് ഞാൻ കഴിക്കുക? മോട്ട റൈസ് ഞാൻ കഴിക്കൂല. എത്ര സദ്യക്കാരൻ വരണ്ട് ഇത്ര. ഞാൻ വൈറ്റ് റൈസ് ആണ് നാട്ടിൽ കഴിച്ചിട്ടുള്ളൂ. ഒന്ന് പോവാൻ കിട്ടി. പിന്നെ ഭാര്യക്ക് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ കഴിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ തീരും ഇവിടെ. ഒന്നറിയാണ്ട് അന്തം കമ്മിയായിട്ട് കിടന്നുറങ്ങുന്നു. ഇനിയാണ് എന്റെ ഊഴം. നിറച്ച ഓയിലാണിത്. ഒരു റൊട്ടി ഇത് ഞാൻ പകുതി റൊട്ടി എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആണ് അല്ല? ഞാൻ ചോദിക്കുന്നു, റൊട്ടിയൊക്കെ വന്നോണ്ട് ചോദിച്ചത്. എൻ്റെ ക്യാമറ കവറാവല്ലേ? ഞാൻ ഫസ്റ്റ് ഇതിന്നേ ഗ്രേവി കഴിച്ചു നോക്കട്ടെ കേട്ടാ. ആശിക്ക് തിന്നണേൻ്റെ എന്താണെന്ന് സാവധാനത്തിൽ കഴിക്കുന്നില്ല. എൻ്റെ ക്യാമറ കവറാക്കണം. ഗ്രേവി വിത്ത് ഒരു ചെറിയ പീസ്. ചൂടുണ്ട്. ഇതെന്താ ചട്നിയാണോ? ചട്നി കുറച്ച് ഇങ്ങനെ ഒഴിക്കാം. എന്താണ് അഭിപ്രായം? അനക്കിറങ്ങൊക്കെ വേണോ? കറക്റ്റങ്ങൊക്കെ വെച്ചിരിക്കണം വയറവിടെ. മറന്നാണ്. എനിക്ക് എന്താ തോന്നണേ, നമ്മളെ ഷവർമയിലൊക്കെ ഉണ്ടാവൂലേ ഒരു ഫ്ലേവർ, ആ ഫ്ലേവറിന് ഇതിൽ തന്നെ അല്ലേ? നമ്മ കഴിക്കാറുള്ളതിൽ വെച്ചിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്, ഭയങ്കര അഭിപ്രായം പോയത്. പക്ഷേ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എവിടെന്നോ ഈ ഒരു ഫ്ലേവറിലുള്ള ഷവർമ അത് നമ്മൾ പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഗ്രേവി എന്തോ ഞാൻ മുമ്പ് കഴിച്ച പോലത്തെ ഒരു ടേസ്റ്റ്. മുമ്പ് കഴിച്ച ഷവർമ പോലത്തെ ഗ്രേവി ഷവർമ ടേസ്റ്റ് പറഞ്ഞേ.
അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടമായി. ഭാഗ്യം. പുളിപ്പും ഉപ്പ് കുറവാണ്, പക്ഷെ ഓക്കെയാണ്. ഒരു മിനിറ്റും കൂടി ഒരു ഉപ്പ് സോഡയും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊലിപ്പിക്കായിരുന്നു. തൽക്കാലം അതാണ് വല്ലാണ്ട് ഉപ്പ് സോഡ ആക്കണ്ട. കുഴപ്പമില്ല. എന്തേ ടേസ്റ്റ് ഉണ്ട്, സത്യം എനിക്കിഷ്ടമായി. എന്നുവെച്ചാൽ ഒരുപാട് സ്പൈസി ആയിട്ടൊന്നുമല്ല, പക്ഷെ ഒരു തൈരൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ. ഒരു പുളിപ്പ് തന്നെ, തൈരിൻ്റെ പുളിപ്പല്ല. ആശിക്കിനൊന്നും ടൈമില്ല, വെട്ടി കഴിയുമ്പോൾ വലിയ പീസ് ഇട്ട് ഇതൊക്കെ തീർന്നു. പയ്യത്തിന്നാ മതി, ഞാൻ ഫുള്ളെടുത്ത് തിന്നൊന്നുമില്ല. പയ്യ മതി. പച്ചമുളക് അടിച്ചിട്ട് വരുന്നുണ്ട്. വെള്ളമൊന്നും ഇല്ല ഇവിടെ. വെള്ളം പറയാ മിന്റ് പറഞ്ഞു. One bottle water please. Small. വേണ്ട, big 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 normal. നോർമൽ മതിയോ? തണുപ്പുണ്ടേ. നെയ്യൊക്കെ പച്ചമുളക് ഇട്ടിട്ട് സമാധാനല്ലേ? പക്ഷെ പച്ചമുളക് അതിൻ്റെ ഒരു നല്ല മാറ്റി വെക്കും. ഞാൻ പൊക്കി കാണിച്ചത് നാളെ പൊക്കിയാ മതി. വേണ്ട, കാണില്ലേ? ഇത് ഫുള്ള ഹാഫാ. ഫുള്ളാണ്. അത് കഴിച്ചു തോന്നുന്നു. നോക്കി കൂട്ടാ, ചിലപ്പോൾ അങ്ങനെ പോകും. 7:20. ആൾക്കാരൊക്കെ ഒന്ന് കഴിക്കാനാ അവൻ്റെ ഉള്ളിൽ തിരക്കുണ്ട്. എനിക്ക് തോന്നി അങ്ങനെ എന്തേലും പറയാം. ടേസ്റ്റ് ഉണ്ടല്ലോ, ടേസ്റ്റ് ഉണ്ട്, വെറൈറ്റി ടേസ്റ്റ്. കഴിച്ച പോലത്തെ ടേസ്റ്റ് അല്ല, പക്ഷെ എന്തോ ഒരു സംഭവം, ഞാൻ ഫ്ലേവർ എന്തോ എവിടെയോ കഴിച്ച പോലെ. അതിന് പുളിപ്പുള്ളത് കൊണ്ടാണോ അറിയില്ല. കൊള്ളാം. നേരത്തെ എന്താ പറയുക, പൊറോട്ട വേണ്ടത് റൊട്ടിയാ വേണ്ടത്? റൊട്ടി തന്നെ മതി. റൊട്ടി ചോദിച്ചു, ഞാൻ പൊറോട്ട. എനിക്ക് പൊറോട്ട വല്ലാത്ത സാധനം കിട്ടാ. തിരക്കുണ്ട്, ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലല്ലോ ഒന്നുകൂടി നല്ല സെറ്റുള്ളത്. അതിൻ്റെ മജ്ലിസ് പോലെ കൊണ്ട് ഇട്ടാം. സെപ്പറേറ്റ് മജ്ലിസ് അല്ല, കർട്ടനൊക്കെ ഇട്ട് സെപ്പറേറ്റ് പ്രൈവറ്റ് ഏരിയ പോലെ ആയിട്ട് 3-4. പക്ഷേ ഇതൊക്കെ ഫില്ലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നത്. ഇവിടെ ആകുമ്പോളേ വീഡിയോ എടുക്കാനും ഒരു കംഫർട്ട് ആയിട്ടിരിക്കാം. ഇപ്പം അത് പറഞ്ഞാൽ മതി, സ്ഥലം കിട്ടാത്തോണ്ടാണ്. ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ, ഞാൻ ആശിക്കിനെ കളിയാക്കിയതാണ്. അത് അറിയാം, പിൻബുദ്ധി എന്ന് പറയുന്നത് പിൻബുദ്ധിയാണ്. വൈകിട്ട് ട്യൂബ്ലൈറ്റ് പോലെയല്ലേ, ഇത്തിരി കഴിഞ്ഞിട്ടാണ് കത്തുള്ളൂ. പക്ഷെ ഏതൊരു പുരുഷന്റെ പിന്നിലൊരു സ്ത്രീയുടെ വിജയം. അത് ശരിയാണ്. കവി എന്താ ഉദ്ദേശിച്ചു? ഏതൊരു സ്ത്രീയുടെ മുമ്പിൽ ഒരു പുരുഷന്റെ വിജയം. എന്താ ഞാൻ പറഞ്ഞത്? ക്യാമറ ഓഫ് ചെയ്യാം. ഇവിടെ ഫാമിലീസ് വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഏകദേശം ഫുൾ ആവുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്ന ടൈം ആയിട്ടുള്ള അപ്പോഴത്തേനും കിടന്നിട്ട് ഇവിടെ പോലെ ഈ എന്താ പറയാ 6 മണിക്കൊക്കെ ആലോചിച്ചാൽ അപ്പോൾ ഏകദേശം ഞാൻ വിചാരിച്ച പോലെ അല്ലട്ടാ. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫില്ലായിട്ടുണ്ട്. കണ്ട അതെന്താ അറിയോ, ടൈം എനിക്ക് തോന്നുന്നു ഞങ്ങൾ വന്നതും കയറിയതൊക്കെ ഫുഡ് കഴിക്കാനുള്ളൊരു ടൈം ആവണുണ്ടായിരുന്നുള്ളൂ. ഇത് ശരിക്കും ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആണ്. സംഭവം ടേസ്റ്റ് ഉണ്ട്, സംഭവം അടിപൊളിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മൾ ഇനി ഇവിടെ എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് പോവാണ്. സംഭവം മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. സംഭവം കണ്ടില്ലേ, ഞാൻ ഇപ്പൊ പറഞ്ഞ എങ്ങനെയുണ്ട്? ഇപ്പൊ ആര് പറയുന്നതാണ് അതിന്റെ സംഭവം? ഇപ്പൊ ഫില്ലായില്ല, എന്റെ പരാതി തരുന്നില്ല. ഇഷ്ടംപോലെ ആൾക്കാർ വന്നില്ല. അതിന്റെ ഗ്രേവി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എസ്പെഷ്യലി ഇതിന്റെ സ്പൈസി എന്ന് പറയുന്നത് നോർമലി റെഡ് ചില്ലിയുടെ അല്ല, ഗ്രീൻ ചില്ലിയുടെ സ്പൈസിയാണ്. അത് നല്ല ഓർഗാനിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അതായത് ക്യാപ്സിക്കം ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു സ്പൈസ്, അത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. മറ്റേ ഗ്രീൻ ചില്ലിയൊക്കെ ഈ ചാർക്കോളൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ സ്പൈസി എന്ന് പറയുമെങ്കിലും ഈ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല അല്ലേ? ഒരു ഫ്രഷ്നെസ് നമുക്ക് തോന്നാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിലുണ്ട്.
ആണോ ഫുള്ളാണോ ഫുള്ള് റേറ്റ് ഉണ്ട് കേട്ടോ. റേറ്റ് അഫോർഡബിൾ ആണ്. ഓക്കെ, പിന്നെ ചാർക്കോളൊക്കെ ഓർഡർ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേറ്റ് തന്നെ ഉള്ളൂ. പ്രത്യേകിച്ച് അതിന് വേണ്ടി എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും നമുക്ക് കൊടുക്കണതല്ല. ഇപ്പൊ ഞങ്ങൾ ഫുൾ ഓർഡർ ചെയ്തിട്ട് എക്സ്ട്രാ ഒരു കുബൂസും അതന്നെ, അത് ബ്രെഡ് അതന്നെ കുബൂസ്. എന്റെ പൊന്നു മോളെ, ഈ എന്നെ പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാരും കഴിക്കുന്ന ഐറ്റാണ് കുബൂസ്. അറിയില്ലേ? അതും എന്നെ പഠിപ്പിക്കാൻ നിൽക്കണം. എന്താ പറയാ മോളെ. അപ്പൊ അത് കഴിച്ച് 42 ദിർഹംസ് അതെ, അതാ വന്നത്. ഓക്കെ, ഇപ്പോൾ ചാർക്കോളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഏകദേശം ആ റേറ്റ് ഒക്കെ തന്നെ വരുന്നത് ഫുൾ ഓർഡർ ചെയ്യുമ്പോൾ. ഗ്രീൻ ചില്ലിൻ്റെ ഒക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും കാണാണ്ടോ നോക്കിട്ട് തരാം. പ്രത്യേകിച്ചൊന്നുമില്ല കാണാന്. ഫുള്ള് ഇരുട്ട് മീൻസ് ആയ നമ്മളാ ഭാഗത്തുള്ള പോലത്തെ അത്ര ഒരു ഇതൊന്നുമില്ല. പാടില്ല കേട്ടാ വണ്ടിയുടെ ഇടയിൽ കൂടെ ഒക്കെ. എന്നിട്ട് വേണം വല്ല ഫൈൻ കിട്ടാൻ. നടക്കുന്നോണ്ടേ കൈ കഴക്കണ്. എന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്താലോ? ട്രാൻസ്ഫോർമേഷൻ എന്താ പറയാ? ട്രാൻസ്ഫോർമേറ്റർ ആക്കാനെ വല്ലാത്ത കോമഡി. എന്നിട്ട് ട്രാൻസ്ഫോർമേറ്റർ ചെയ്തെടുക്കും. ട്രാൻസ്ഫോർമേഷൻ എവിടെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് ഫിറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കും. കുറച്ച് കളറൊക്കെ ചെയ്താ ആലോചിക്ക. ഈ പട്ടിക്കാട്ടില്ല ഇവിടെ ഒന്നുമില്ലല്ലോ. അത് നോക്ക്, ഒരു സ്ഥലം പറഞ്ഞതിന് ഒരു പട്ടിക്കാട്ടിക്കണീ കൊണ്ടുപോണത്. ഇതിന്റെ ഫീലിങ്സ് അറിയില്ല. ചൂടൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഈ ടൈമിൽ ഇറങ്ങാണെങ്കിലും ഹ്യൂമിഡിറ്റി ഉണ്ടാവും. പക്ഷെ ഇപ്പൊ തണുപ്പ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ ചൂടില്ല. ഇവനൊന്നും നടന്നിരുന്നെങ്കിൽ കുറച്ചേരം വേണ്ട, എനിക്ക് വീഡിയോ എടുക്കാനുണ്ട്. ഞാൻ പിടിച്ചോണ്ടിരിക്കും. വേണ്ട, ഞാൻ വീഡിയോ എടുക്കണം. എനിക്ക് വീഡിയോ എടുക്കണം. ഇവന് അത്യാവശ്യം ഇങ്ങനെ നടക്കേണ്ട നേരത്തെ ഉറങ്ങും, ഉറങ്ങേണ്ട നേരത്തെ നടക്കും. ഫസ്റ്റ് കാല് കുത്തിയ സ്ഥലം അല്ലെ, അതിന് ശേഷം ഇവിടെ കാല് കുത്തണത് ഇപ്പാണ്. പിന്നീട് കാല് കുത്തി മാറിയെന്നാണ് അറിയണത്. ഇതേ ഇതാ കാണുന്ന കഫ്തേരിയയിലാണ് ഫസ്റ്റ് മെസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് ഇയാളെ ഓരോ കടത്തുമ്പോഴേ ആ കടയിൽ എന്താന്ന് മനസ്സിലാക്കിയിട്ടേ പറയും, ഇവിടാണ് ഞാൻ മുടി കിട്ടിയത്, ഇവിടെ എന്താണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഇപ്പൊ എനിക്ക് ഞാൻ ഇത്തിരിയെങ്കിലും വിശ്വസിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നണേ ആ കടയില് എന്നിട്ട് ഇപ്പൊ ഈ കഫ്തേരി കണ്ടപ്പോ പറയാ, ആ ഇവിടെ ഒരു കഫ്തേരി. എത്ര വർഷമായി? 10-23 വർഷമായിട്ടുണ്ടാവോ? ഒന്ന് പോയിട്ട് ഇതന്നെ റെസ്റ്റോറന്റ്. എന്താടോ തള്ളു ഒന്നിറങ്ങിയടാ മോനെ. സലൂൺ കണ്ടപ്പോ പറഞ്ഞു, ഇതാണ് ഞാൻ മുടി കെട്ടിയിരുന്നത്. അതന്നെയാണ് ഞാന് അവിടുന്ന് മെസ്സെന്ന് പറഞ്ഞില്ല. ഇത്ര നാളായിട്ട് അതിന്റെ പുരോഗമനം ഒന്നും ഉണ്ടായിട്ടില്ല. പഴയ സലൂൺ തന്നെയാണുള്ളത്. എടി അത് അവിടുന്ന് ആള് മാറിയിട്ടുണ്ടോന്ന് അറിയില്ല. സ്പോട്ട് അതാണ്. ഇത് മാറിയിട്ടില്ല, ഇതാ തന്നെ. പിന്നെ കഫ്തേരി മാറിയിട്ടില്ല, അതാ തന്നെ. ആടി ഇച്ചു നടന്ന് ഞമ്മക്ക് അങ്ങോട്ട് വേണമെങ്കിലും ഈ വീഡിയോ ഞാന് ദുബായ് കുടുംബത്തിലാണ് ഇടുന്നത്. എന്റെ എന്തിനു കോപ്പറേറ്റ് കൊടുക്കും? ഞാനതിൽ കൂടുതൽ പറയുന്ന കാര്യങ്ങൾ കൊറേ പൊട്ടത്തരം പറഞ്ഞു. ഞാൻ എന്റെ ഫോണിലാ ഷൂട്ട് ചെയ്യണത്. നിന്റെ ഫോൺ ആധാരം മേടിച്ചെന്ന് നോക്കിട്ട് കാര്യമില്ല, ഞാൻ കോപ്പറേറ്റ് കൊടുക്കും. 4 ആൾക്കാരെ കാണെങ്കിൽ മോളെ എന്റെ ചാനലിടണോ? അതൊന്നും പറഞ്ഞിട്ടില്ല. ചാനൽ എന്നോ പൂട്ടി പിടിച്ച് അത് പറഞ്ഞിട്ടല്ല. ഞാൻ കോപ്പിറൈറ്റ് കൊടുക്കും. ചാനൽ ഉണ്ടാക്കി കൊടുത്ത ഞാൻ ഉണ്ടാക്കിയതാണത്. എന്തുണ്ടാക്കി? ഞാനാണ് ചാനൽ. ഇതാണ് പെണ്ണുങ്ങള് മൊത്തം എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്തു കൊടുത്ത ലാസ്റ്റ് അവരായി. അല്ലല്ല, അതില് എനിക്ക് ഞങ്ങാനും വലിയ മോണിറ്റൈസേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കില് ഏതറ്റം വരെ പറയുന്നുള്ളത് പടച്ചവനക്കറിയാം. അല്ലല്ല, ഒരു ദുബായ് കുടുംബം ഒക്കെ നീ ഉണ്ടാക്കിയതാണ്. ലെജൻഡ് അൺഡിഫീറ്റഡും നീ ഉണ്ടാക്കിയതാണ്. ഈ ചാനൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അതിന്റെ കോലം കാണാനുണ്ട്. ഞാൻ ഒന്നും ചെയ്ത് തന്നിട്ടില്ല. ഞാൻ സ്വന്തമായി കഠിനാധ്വാനം ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് എന്റെ ഫോണ് എന്റെ മൈക്ക് എല്ലാം കൊന്നു ഇടി നടക്കുന്നു ഇവിടെ. എന്തായാലും നിന്റെ ചാനലിൽ ഇട്ട് ഞാൻ അത് കോപ്പിറൈറ്റ് കൊടുക്കും. ഞാനും കൊടുക്കും. ഫസ്റ്റ് ഞാനിടും. ഞാനുണ്ട്. ഫസ്റ്റ് ഞാനിടും. ഞാനുണ്ട് ഞാനും കൊടുക്കും. പിന്നെ ആദ്യമൊക്കെ നിന്റേത് എല്ലാ വീഡിയോക്കും ഞാൻ കോപ്പറേറ്റ് കൊടുക്കും. ഞാനുള്ളതൊക്കെ പിന്നെ അടച്ചു കൂട്ടിണ്ടാവും.
മോണിറ്റൈസേഷൻ പോലും കിട്ടാതെ ഗുദാഗവ. എന്റെ ചാനലില് ഫുള്ള് ജോബ് വേക്കൻസി കാര്യങ്ങളാണ്. അല്ലല്ല ലാസ്റ്റ് നോക്കി എന്റെ എല്ലാം ഉണ്ട്. ഞാനാണ് അതില്ലാത്തൊക്കെ കൊണ്ടുവന്നത്, ലൈഫ് സ്റ്റൈല് കൊണ്ടുവന്നത്. ജോബ് വേക്കൻസി ലൈഫ് സ്റ്റൈലാ ഏത് ഒന്നുകൂടി പറഞ്ഞേ. എന്ത് സ്റ്റൈല്? അതില് ലൈഫ് സ്റ്റൈൽ ഒന്ന് കാണിച്ചു. അതിൽ എന്നിട്ട് കമന്റ് വന്നതിന് ശേഷമാണ്, മീൻസ് ഇങ്ങനത്തെ വീഡിയോ ഇടാൻ പറ്റൂല എന്ന് കമന്റ് വന്നതിന് ശേഷമാണ് ഞാൻ സ്വന്തമായി അതിലാകെ ഞാനെടുത്ത ഫ്ലാറ്റിന്റെ വീഡിയോ കുറച്ച് കേറി. അതിനാണ് വലിയ പിച്ച കുറച്ച് വ്യൂവേഴ്സ് കിട്ടിയത്. കണ്ടാ ഒന്നും അറിയില്ല. അത് ഞാനാണ് എടുത്തത്. ഏത് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ പേയ്മെന്റ് വന്ന് നിർത്തി. എന്താ ഉരുളാൻ പറ്റിയ സ്ഥലം നടന്നടച്ച മനുഷ്യന്റെ ഉപ്പാടിളകി മണ്ണ് നിറച്ച്. കൂരിക്കുഴി എന്ന് പറഞ്ഞ കുഗ്രാമത്തിൽ നിന്ന് വന്നതാണ് അവള്. ഇപ്പൊ അവൾക്ക് മണ്ണൊന്നും പിടിക്കില്ല. പിന്നെ മണ്ണ് പിടിക്കായില്ല. നീ ഇവിടൊക്കെ ഭയങ്കര മണ്ണ് മണ്ണ്. അയ്യോ ഇവിടെ മണ്ണ് പിടിച്ചോട്ടാ. അയ്യോ ഇവിടെ മണ്ണ്. ഇവനാണ് പറയാ, നീയാണ് പറയല് എന്താ ഷാർജ ഭാഗത്തേക്ക് റൂം എടുക്കാനേ പറ്റില്ല, ഫുള്ള് മണ്ണ് പൊടിക്കാറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ നീ എവിടെ നിന്നാവുന്നത്? നിന്നെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാ? മണ്ണാലാണ് നിന്നെ സൃഷ്ടിച്ചത്. ഇപ്പൊ നേരെ ഉൾട്ടായ കാര്യങ്ങള്. ഈ പെണ്ണ് ഓന്താണ് ഓന്ത്. ഓന്തിന്റെതല്ല. ഇയാളെന്താ പറഞ്ഞിരുന്നേ? ഞാനെന്ത് പറഞ്ഞു? ഇവിടെ ഫുള്ള് മണ്ണ് കാര്യങ്ങൾ അവക്കുണ്ട്. അതിലുള്ള സത്യല്ലേ? ഒറ്റ ക്വസ്റ്റ്യൻ. നിന്റെ വീട് വ്യത്യാസം. നിന്റെ വീട് എവിടെ? എന്റെ വീട് കേരളത്തില്. കേരളത്തില് എവിടെയാണ്? കേരളത്തില് എന്താ പറയാ, തൃശ്ശൂരല്ല. പിന്നെ എന്റെ വീട് തൃശ്ശൂരല്ല. പിന്നെ ഇവിടെ ഞാനല്ലേ പറഞ്ഞില്ലേ, തൃശ്ശൂര്, ചാവക്കാട്, എടക്കഴിയൂര്. ഏകദേശം മണ്ണിൽ കിടന്നുറിഞ്ഞു വളർന്നതല്ലേ നീ? മണ്ണില് എല്ലാരും മണ്ണ് തന്നെയാണ്. ഇവിടെ അതിന് മണ്ണൊക്കെ ഉണ്ടായി. എന്താണ് നീ പറയുന്നേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ട്ടാ. എന്ത് പറഞ്ഞു? ഫുള്ള് മണ്ണ് അലമ്പാണ് അതെന്നൊക്കെ പറഞ്ഞു. മാറിക്കൊടുക്ക്. തല തിരിച്ച് എന്റെ മാറിക്കൊടുക്ക്. മാറി. ഞാൻ എന്തിനാ പറഞ്ഞ? ഞാൻ സൈഡ് ആക്കിട്ടല്ലേ. ആളാണ് എപ്പോഴും പറയാ ഭയങ്കര മണ്ണ് മണ്ണ് മണ്ണ്. അവിടെ മണ്ണാണ്. പൊടിക്കാറ്റ് വന്നതിലൊക്കെ ഭയങ്കര വിഷയമാണ്. അതൊക്കെ ഉണ്ട്. അതൊക്കെ സത്യാണ്. ഞാനും പറഞ്ഞിട്ടില്ല. കുട്ടീനെ പിടിച്ചോ, അതിന്റെ റെസ്പോൺസിബിലിറ്റി. അതിന് വേണ്ടി എന്റെ മോന് കണ്ട മണ്ണി കിടന്ന് പൂണ്ട് വിളയാട്. അങ്ങനെ നെസ്റ്റോല് കേറിയിട്ട് 2 ലെബനപ്പം ഇച്ചനും ജ്യൂസും ലേസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ നെസ്റ്റോ എന്ന് പറയുമ്പോ ഭയങ്കര ലെബനപ്പൊക്കെ വാങ്ങിയിട്ട് ടാക്സി കിട്ടോന്നുള്ളൊരു ഡൗട്ടിൽ നടക്കുന്നു. അവിടെ എത്തിയിട്ട് ഫുഡ് എക്സിന്ന് ഒരു ഷവർമ വാങ്ങാൻ ഇച്ചുവിന്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഇത്രേ ഉള്ളൂ.